സീതാങ്കോളിയിൽ ജനജീവിതം ദുസ്സഹമാകുന്നതായി പരാതി. സന്ധ്യ മയങ്ങിയാൽ സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടത്തിൽ സദാ കലുഷിതമാകുന്ന ഇവിടം യാത്രക്കാരും കച്ചവടക്കാരും പല വെല്ലുവിളികളും നേരിടേണ്ടുന്ന ദുരവസ്ഥയിലാണ്. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കഴിഞ്ഞ ദിവസം പട്ടാപ്പകൽ തന്നെ കൊലപാതകം നടന്നതോടെ സീതാങ്കോളിയെ ആശ്രയിച്ച് കഴിയുന്നവരെല്ലാം വലിയ ആശങ്കയിലായിരിക്കുകയാണ്. മണിക്കൂറുകൾക്കകം തന്നെ ഇതിലെ പ്രതിയെ പിടികൂടിയെങ്കിലും നിലവിലെ സ്ഥിതിഗതികൾ അതേപടി തുടരുന്നത് തന്നെയാണ് ഇപ്പോഴും ഇവിടെ എത്തുന്ന യാത്രക്കാരെയും ഒപ്പം കച്ചവടക്കാരെയുമെല്ലാം ആകുലപ്പെടുത്തുന്നത്. വൈകുന്നേരമായാൽ ഈ പട്ടണത്തിൽ ഗുണ്ടകളുടെ വിളയാട്ടമാണെന്നാണ് പൊതുവെയുള്ള പരാതി. സർവീസ് നടത്തുന്ന ബസ്സുകളെ പലതും പറഞ്ഞ് അകാരണമായി തടഞ്ഞു നിർത്തി ബലമായി ഓഫ് ചെയ്ത് താക്കോൽ കൈക്കലാക്കി ഭീഷണിപ്പെടുത്തുന്നത് പോലുള്ള സംഭവങ്ങളും നാൾക്കുനാൾ കൂടി വരികയാണത്രേ. തിരക്കേറിയ ഈ പട്ടണത്തിൽ പേരിന് ഒരു പോലീസ് എയ്ഡ് പോസ്റ്റുണ്ട്. എന്നാൽ 1-2 പോലീസുകാർ മാത്രമേ ഇവിടെ ഉണ്ടാകാറുള്ളൂ. ഇവർക്കാണെങ്കിൽ ബൈക്ക് യാത്രക്കാരുടെ പിന്നാലെ പോകാൻ മാത്രമാണ് താല്പര്യമെന്നും ആവേശമെന്നും ആരോപണമുണ്ട്. 2015 ഞാൻ മെമ്പറായതിനു ശേഷമാണ് അവിടെ 2 പോലീസുകാർക്ക് വേണ്ടിയിട്ട് നാട്ടുകാർ, അതായത് പഞ്ചായത്ത് ഫണ്ടല്ല, നാട്ടുകാരുടെ സഹായത്തോടു കൂടി അങ്ങനത്തെ ചെറിയൊരു കെട്ടിക്കൊടുത്തത് പോലീസുകാർക്ക് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പഞ്ചായത്തിന് ഫണ്ട് വെക്കാൻ പറ്റില്ല. അല്ലാതെ PWD സ്ഥലമാണ്, പഞ്ചായത്തിൻ്റെ സ്ഥലമല്ല. നാട്ടുകാരുടെ സഹായത്തോടു കൂടി അന്ന് അത് ചെയ്തു കൊടുത്തത്. പക്ഷെ അന്ന് അത് ചെയ്തു കൊടുത്തിരുന്നെങ്കിലും അവിടെ അന്ന് ചെയ്തു കൊടുത്ത സമയത്ത് അവിടുത്തെ പോലീസിൻ്റെ നല്ല പ്രവർത്തനം ഞങ്ങൾക്ക് നാട്ടുകാർക്കെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം അവിടുന്ന് ചില ഏരിയയിൽ നിന്ന് കള്ളുടിയന്മാർ വരെ പോലീസുകാരെ തയ്ക്കുമ്പോൾ ആ പോലീസുകാർക്ക് എന്തോ ഒരക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല. അതുപോലെ അവിടെയുള്ള പോലീസുകാർ ഇപ്പോൾ ഏതെങ്കിലും വണ്ടീൻ്റെ ബാക്കിൽ ഒളിച്ച് നിന്നിട്ട് പിന്നെ 2 വീലറിൻ്റെ ഫോട്ടോ എടുക്കുന്നില്ല. അത് വേറെ ഒരു പണി എടുക്കുന്നത്. ഞാൻ പല പ്രാവശ്യം അവിടെ നിൽക്കുന്ന പോലീസ് അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇവിടെയല്ല നിൽക്കേണ്ടത്, നിങ്ങൾ ബീവറേജിൻ്റെ അടുത്ത്. അവിടത്തേക്ക് അവർ പോകുന്നില്ല. അവിടത്തേക്ക് എക്സൈസിൻ്റെ വണ്ടിയിലെത്തുണ്ട്, വൈകുന്നേരം കുമ്പള സ്റ്റേഷനിലെ വണ്ടിയിലെത്തുന്നുണ്ട്. പല വണ്ടിക്കാർ പോലീസുകാരുടെ വണ്ടിയും വന്നിട്ട് ഈ ബ്ലോക്കിലൊന്നും അവർ നീക്കുന്നില്ല. അവർ അത് നോക്കിയിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. ബീവറേജ് പരിസരത്ത് പ്രശ്നങ്ങൾ വിട്ടൊഴിയുന്ന വൈകുന്നേരങ്ങളില്ലെന്നും പലരും പരിതപിക്കുന്നു. ഇതെല്ലാം ദിവസവും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പോലീസുകാർ തുടരുന്ന അവഗണനാ മനോഭാവമാണ് ഈ ജനസ്ഥിരാകേന്ദ്രത്തെ കലുഷിതമാക്കുന്നതെന്നാണ് ഏറ്റവും വലിയ വിമർശനം. പലയിടങ്ങളിലും CCTV ക്യാമറകളുണ്ടെങ്കിലും അവയൊന്നും കണ്ണു തുറക്കാറില്ല. ഇതും സാമൂഹ്യ വിരുദ്ധർക്ക് അവസരവും അനുഗ്രഹവുമാകുന്നു. യാതൊരുവിധ മനസ്താപവും ഭയാശങ്കകളുമില്ലാതെ രാപ്പകൽ ഭേദമെന്നെ വിളയാടുന്ന ഗുണ്ടാസംഘങ്ങളെ നിയന്ത്രിക്കാനും നിലയ്ക്ക് നിർത്താനും ഇനിയെങ്കിലും ഉത്തരവാദപ്പെട്ട സേനാംഗങ്ങൾ മനസ്സുവെച്ചില്ലെങ്കിൽ ഇനി അങ്ങോട്ട് വലിയ തോതിൽ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഈ മേഖലയിലുള്ളവരെല്ലാം അഭിപ്രായപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.